ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ എന്റെ ഹെയർ വാഷ് റുട്ടീൻ ആണ്. ഹെയർ വാഷിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്യുന്നത്, അതായത് എന്റെ പ്രീ വാഷ് ഉണ്ടായിരിക്കും, പിന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആൻഡ് ആഫ്റ്റർ വാഷ്, ഈ മൂന്ന് സെഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഡ്രോപ്പ് ഇൻ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിലിംഗ് ആണ്. നിങ്ങൾക്ക് ഹെയർ ഓയിലിംഗ് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാം. അല്ല, നിങ്ങൾ നോർമലി ബോയിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് സാധാ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ അതേപോലെ തന്നെ തലയിൽ തേക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൈ വെച്ച് മസാജ് ചെയ്യാം, സ്കാൽപ്പ് മസാജേഴ്സ് വെച്ച് മസാജ് ചെയ്യാം. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നോർമലി എങ്ങനെയാണോ ഡബിൾ ബോയിൽ ഒന്നും ചെയ്യാതെ ഹോട്ട് ഓയിൽ മസാജ് അല്ലാതെ നോർമലി എങ്ങനെയാണോ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ടെക്നിക്കാണ് കാണിക്കുന്നത്. മറ്റേതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ഇനി കാണിക്കാം നിങ്ങൾക്ക്. സോ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഹെയറിലെ ജടയെല്ലാം എടുത്ത് കളയണം. മുടിയിലുള്ള എല്ലാ ജടയും എടുത്ത് കളയണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാവൂ. സോ ഫസ്റ്റ് ഞാനിങ്ങനെ രണ്ട് പാർട്ടീഷനായിട്ട് എടുത്തിട്ട് കൈ കൊണ്ട് ആദ്യമേ ഒന്ന് ഉടക്കൊക്കെ എടുക്കും. അതിനുശേഷമാണ് ഞാൻ ചീപ്പ് യൂസ് ചെയ്യാറ്. സോ ഇതെടുത്തിട്ട് വരാം. ഞാൻ ഓയിലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് എനിക്കറിയില്ല. ഞാൻ ലിങ്ക് എന്തായാലും മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. സോ ഇതാണ് ആ ഒരു എക്യുപ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധനം ഞാൻ ക്ലോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് അത്. ഇതിൽ നമ്മൾ ഇവിടെ ഒരു ടോപ്പ് ഉണ്ട്. ഈ ടോപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഏത് എണ്ണയാണോ എടുക്കുന്നത് അത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഈ താഴത്തെ ക്യാപ്പ് ഊരുക. അപ്പം ഇതേപോലുള്ളൊരു ഇങ്ങനെ പ്രസ് ചെയ്യുന്നൊരു ടിപ്പാണ് ഇതിനുള്ളത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വേറെ സ്കാൽപ്പ് മസാജിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു മസാജ് കിട്ടും. സോ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കൈ വെച്ച് ഹെയർ ലെങ്ത്തിലേക്ക് അപ്ലൈ. സോ ഞാനിപ്പം ഹെയർ ഓയിലിംഗ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിലും ലെങ്ത്തിലും ടിപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. സോ ഞാൻ ഇനി ഒരു ഹാഫ് ആൻ അവർ വെക്കും. അതിനുശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എത്ര നേരം വെക്കണം എന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം. ഞാൻ ഒരുപാട് നേരം വെക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഓവർനൈറ്റ് ഒന്നും ഒരിക്കലും വെക്കാതിരിക്കുക. ഒരുപാട് നേരം അങ്ങനെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പൊടിയിലേക്കൊന്നും ഇറങ്ങാതിരിക്കുക. കാരണം ഇത് നമ്മുടെ സ്കാൽപ്പിലെ പോഴ്സിനെ ക്ലോഗ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാതെ നമുക്കിനി ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. സോ ഹെയർ വാഷ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ലോറിയലിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും ആണ്. ഇതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമാണ് തല അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ഷാമ്പൂ എടുത്ത് തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ആദ്യം ഒന്ന് ഹെയർ നന്നായിട്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഡൈല്യൂട്ട് ചെയ്ത ഷാമ്പൂ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എനിക്കിങ്ങനെ കുഴിഞ്ഞ് നിന്ന് കഴിവുന്നതാണ് കൺവീനിയൻ്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിന്ന് വേണമെങ്കിലും ഹെയർ വാഷ് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഷാമ്പൂ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഷാമ്പൂ ടപ്പ തന്നെ കഴുകി കളയാതെ ഒരു കുറച്ച് നേരം ഒന്ന് അത് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഒരിക്കലും ഷാമ്പൂ താഴത്തേക്ക് ആക്കിയിട്ടില്ല. ഞാൻ റിമൈനിങ് നമ്മൾ സ്കാൽപ്പിലുള്ള ഷാമ്പൂ താഴത്തേക്ക് സ്ക്വീസ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഷാമ്പൂ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കണ്ടീഷണറാണ്. കണ്ടീഷണർ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ കണ്ടീഷണറൊക്കെ എടുക്കുക. എനിക്ക് കുറച്ച് നീളമുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും എമൗണ്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലേക്ക് പാർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഞാൻ എങ്ങനെയാണ് നോർമലി ചെയ്യുന്നത് അങ്ങനെ കാണിക്കുകയാണ്. കണ്ടീഷണർ മിനിമം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് അത് കഴുകി കളയാം. നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയൊക്കെ നമ്മുടെ തലയിലിരിക്കും. അതൊട്ടും നല്ലതല്ല തലമുടിക്ക്. നമ്മൾ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പഴയ ടീഷർട്ടാണ്. പഴയ ടീഷർട്ട് യൂസ് ചെയ്ത് ഞാൻ സ്കാൽപ്പ് ഇങ്ങനെ തന്നെ ഞാൻ തോർത്തും കേട്ടോ. ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ കാണിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് തോർത്തുന്നത്. അല്ലെങ്കിൽ എനിക്ക് നീരിറങ്ങി പ്രശ്നങ്ങൾ വരും. താഴത്തേക്ക് ഇതേപോലെ ടവൽ യൂസ് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്യും.
അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം ഒരു സെമി വെറ്റ് ഒരു കണ്ടീഷനിൽ നമ്മുടെ മുടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഫ്രിസ് കൺട്രോൾ സെറമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെറം ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു 2-3 തുള്ളി എടുത്തിട്ട് അത് തേച്ചാലും മതി. മൊത്തത്തിൽ ഉണങ്ങിയിട്ടല്ല, നമ്മുടെ മുടി ഒരു കുറച്ചൊരു ഈർപ്പമുള്ള സമയത്ത് തന്നെ, നനവുള്ള സമയത്ത് തന്നെ തേക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഹെയർ ഇങ്ങനെ ആയിരിക്കും. ഞാൻ അതിന്റെ ഒരു ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഹെയർ വാഷ് റുട്ടീൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ വീഡിയോ സജഷനും താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ.